അല്ല നിങ്ങൾക്ക് പിന്നെ ഈ ജയിക്കൊന്നും വേണ്ടേ? തോറ്റു തുടങ്ങിക്കാണ്ട് ഇപ്പൊ ഫുൾ തോൽവിയാണല്ലോ, മൊത്തത്തിൽ തോൽവി. ഞങ്ങൾക്ക് ഇതൊരു വിഷയമല്ല. ഞങ്ങൾ മുമ്പ് 5 കളി തോറ്റിന് ശേഷം കപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അത് എന്ന് കാലത്തെ കാര്യമാണ്. എന്തൊക്കെ വീപേനു പാണ്ഡ്യ വരുന്നു, ബൗളിംഗ് ഉഷാറാക്കുന്നു, ബാറ്റിംഗ് ഉഷാറാക്കുന്നു, എന്തൊക്കെയായിരുന്നു. എന്നിട്ട് പാണ്ഡ്യന്റെ അടി എന്തുണ്ടായി? പാണ്ഡ്യന്റെ ബൗളിംഗ് ഉഷാറിയാണല്ലോ. എന്താ 29 2 വിക്കറ്റ് സൂപ്പർ അല്ലേ. എന്നിട്ട് എന്താ ആര് ജയിച്ചു പറഞ്ഞാല് സംഗതി ഇപ്പൊ നിങ്ങള് പിച്ചൊക്കെ മാറ്റി കളിച്ചപ്പോ എന്താ കാട്ടുക? റെഡ് സോയിൽ മാറ്റിയിട്ട് ബ്ലാക്ക് സോയിൽ ഹോം അഡ്വാൻറ്റേജ് ഉണ്ട്. പിച്ച് തീരുമാനിക്കൽ ആൾക്ക് നിയമത്തിലുള്ള തന്നെയാണ്. അത് ഞങ്ങൾ ചെയ്തു, അത്ര തന്നെ. ചാദ്യമൊന്നുമല്ല. നിങ്ങൾ മനസ്സിലാക്കണ്ടേ? നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾ തയ്യാറാവണം. പിന്നെന്താ, ഞങ്ങൾക്ക് നിങ്ങളെ പാണ്ഡ്യന്റെ ബൗളിംഗ് നിങ്ങൾ ഉഷാറായിരുന്നു, ബാറ്റിംഗ് എന്തേലും അത് പറഞ്ഞില്ലേ നിങ്ങൾ ഇമ്മാതിരി ചതി. ഗുജറാത്തിന്റെ ടീം ഇങ്ങനെ ചതിച്ചു കഴിഞ്ഞാൽ 17 ബോളില് 11 അത് ഞങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഹിറ്റ്മാനെ തന്നെ ക്യാപ്റ്റൻ ആക്കിയാൽ മതിയായിരുന്നു. ഇതിപ്പോ ഹിറ്റ്മാൻ ഇപ്പൊ കഴിച്ചിലായി, ഡെക്കുന്ന് കഴിച്ചിലായി, 2 4 ഇട്ട് ഔട്ടായി പോകുന്നു. അതിപ്പോ ഹിറ്റ്മാനല്ല, ഡെക്കുന്ന് കഴിച്ചിലായി എന്ന് പറഞ്ഞാൽ പോകുന്നു. ഹിറ്റ്മാനല്ല, ഇവിടെ ആര് വന്നാലും ആ ബോൾ ഔട്ടാവും. അതൊരു സൂപ്പർ ബോളാണ്. ബോൾ മൂവ് ചെയ്ത് ഔട്ടായി. സിറാജിന്റെ ബോളിംഗ് എന്നൊക്കെ പറഞ്ഞാൽ 2 വിക്കറ്റ് എടുത്തതല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ആ 2 വിക്കറ്റുകളാണ് നിങ്ങൾക്ക് ആദ്യത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അതോടുകൂടി നിങ്ങൾ ആകെ പ്രശ്നത്തിലായി, ആകെ പ്രഷറിലായി. പിന്നെന്താ, പിന്നെ ഞങ്ങള് ബാറ്റിംഗ് കണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ബാറ്റിംഗ് ഉള്ളത്? ബട്ട്ലറുടെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു? ബട്ട്ലർ നിങ്ങളുടെ ടീമിൽ ഉണ്ട് എന്നുള്ള നിങ്ങളെ ഫാൻസ് തന്നെ അറിയില്ല. ബട്ട്ലർ എന്ത് ഫോമിലാണ്? നിങ്ങളെന്താ പറഞ്ഞ ടെസ്റ്റ് ക്രിക്കറ്റർ അല്ലേ? സായി സുദർശന് എന്ത് കളിയാണ് മൂപ്പരാണ്. ഇപ്പൊ ഞങ്ങളുടെ ബാറ്റിങ്ങിന്റെ ആണിക്കല് ഫസ്റ്റ് തുടക്കം തന്നെ പൊട്ടിക്കല് കഴിഞ്ഞാണ്ട് പിന്നെ ഇങ്ങനെ പതുങ്ങിയല്ലോ എല്ലാരും കൂടി. ആ പിച്ച് അങ്ങനെ തന്നെയല്ലേ. ഞങ്ങൾ അതിനനുസരിച്ച് തുടക്കത്തിൽ തന്നെ നന്നായിട്ട് കളിച്ചു, ന്യൂ ബോളിൽ നന്നായിട്ട് അടിച്ചു, സ്കോർ ചെയ്തു. പിന്നെ ഗില്ലിന്റെ അടി എന്തൊക്കെയാണ്, നല്ല സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തു, 4കൾ 6കൾ എന്തൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് ഒന്നും പറയാനില്ല. തോൽവിയോട് ആകത്രേ ഉള്ളൂ. ഞങ്ങളെ ഹിറ്റ്മാൻ അടിച്ചിരുന്നെങ്കിൽ ഒന്നും അല്ലായിരുന്നു. ഹിറ്റ്മാൻ ക്ലിക്ക് ആകാത്തോണ്ട് നിങ്ങൾ ഒന്നും ക്ലിക്ക് ആകണില്ലല്ലോ. ഇപ്പൊ 0 കഴിച്ചിലാവാൻ എളുപ്പം. കൈന്റെ അടിയൊക്കെ കണ്ടില്ല, ഹെൽമെറ്റിന്റെ അതോടുകൂടി ഔട്ടായി അതൊന്നുമല്ല, ഔട്ടായത് അതുകൊണ്ടൊന്നല്ല. അപ്പുറത്ത് പാണ്ഡ്യ മറ്റേ പ്രഷറാക്കി റൺ എടുക്കാതായി. അതിലും അടിച്ചാൻ പോയപ്പോ ഔട്ടായി. സ്റ്റോൾ എറിഞ്ഞല്ലാതെ പ്രത്യേകിച്ച് വലിയ അങ്ങനെ തന്നെയല്ലേ. സൂപ്പറായിട്ട് എറിഞ്ഞു. അത് പിന്നെ പേടിപ്പിച്ചാണ് നിങ്ങളെ കുംഫു പാണ്ഡ്യ. എന്തിന് നോക്കി പേടിപ്പിച്ച? ആകെ കളിയില്ല നോക്കിയല്ലോ, വലിയ നോട്ടം. പേടിച്ചുകാണ്ട് കളി കഴിഞ്ഞപ്പോ തോറ്റപ്പോ വന്നാണ് കെട്ടിപ്പിടിച്ചാണ്. അതുകൊണ്ട് ഫ്രണ്ട്സാണ്. സായി കിഷോർ കളി കഴിഞ്ഞിട്ട് പറഞ്ഞില്ലേ ഞങ്ങള് നല്ല ഫ്രണ്ട്സാണ്, അപ്പൊ അങ്ങനൊക്കെ ഉണ്ടാവും ഗ്രൗണ്ടിൽ. അങ്ങനെ ഉണ്ടെങ്കിലും ഞങ്ങള് ഭയങ്കര ഉഷാറാണ്. ഇങ്ങനത്തെ ഓരോന്ന് പറയാ, വെറുതെ പറയാ. ദൈവത്തിന്റെ പോരാളികൾ തോറ്റു തുടങ്ങുന്നു. ഇത് തോൽവിനെ എല്ലാം തുടക്കണം. ഇപ്പൊ അവസാനം ഇതിന് സംഭവം എന്താ വെച്ചാല് എന്തൊക്കെയോ പറ്റി. ആ ഹിറ്റ്മാനെ തന്നെ ക്യാപ്റ്റൻ ആക്കണം, എന്നാലേ പോയി ജയിച്ചുള്ളൂ.